നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിട്ടി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും കുടുംബവും കിണറ്റിൽ മരിച്ച നിലയിൽ. മരിച്ചത് സന്തോഷ് ബാബുവും ഭാര്യ ഷൈമാവതിയും മകൾ നമിതയും. മകൻ ഷഹിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കണ്ണൂർ നഗരസഭയെ കോർപ്പറേഷനാക്കി ഉയർത്താനുള്ള തീരുമാനം അടുത്ത മന്ത്രിസഭായോഗത്തിലുണ്ടാകുമെന്ന് സൂചന. കരടുരൂപം തയ്യാറായി. മേയർ സ്ഥാനം ലക്ഷ്യമാക്കി ചിലരുടെ നീക്കം. 15 കോടിയോളം രൂപ ബാധ്യതയുള്ള കണ്ണൂർ ജില്ലാ സഹകരണ റബ്ബർ ആൻഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ആസ്തികൾ വിറ്റ് കടം വീട്ടാൻ ശ്രമം ആരംഭിച്ചു. സ്വത്തുക്കൾ വിൽക്കാൻ തീരുമാനിച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. ലക്ഷങ്ങൾ ചെലവഴിച്ച് പുതുക്കിപ്പണിത കരിമ്പം ജില്ലാ കൃഷിത്തോട്ടത്തിലെ സായിപ്പിന്റെ ബംഗ്ലാവ് കാട് കയറി നശിക്കുന്നു. നിർമ്മാണം പൂർത്തിയാക്കി 1 വർഷം കഴിഞ്ഞിട്ടും ഉദ്ഘാടനം അകലെ. കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ടയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ യാഥാർത്ഥ്യമാകുന്നു. ഷോ രൂപകൽപ്പന ചെയ്തത് കോട്ടയുടെ ചരിത്രം സ്വയം സംസാരിക്കുന്ന വിധം. ഷോ പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. വാർത്തകൾ വിശദമായി. ഇരിട്ടി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും കുടുംബവും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സന്തോഷ് ബാബു, ഭാര്യ ഷൈമ, മകൾ നമിത എന്നിവരാണ് മരിച്ചത്. മകൻ ഷഹിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഇരിട്ടി മുഴക്കുന്ന് നല്ലൂരിലാണ് സംഭവം. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് അംഗമാണ് സന്തോഷ് ബാബു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കുട്ടികളെയും എടുത്ത് ദമ്പതികൾ കിണറ്റിൽ ചാടിയത്. അയൽവാസിയായ ശശിൻ ബാബുവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മകൻ ഷഹിനെയാണ് രക്ഷപ്പെടുത്തിയത്. പഞ്ചായത്തിലെ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കരുതുന്നു. മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. കണ്ണൂർ നഗരസഭയെ കോർപ്പറേഷനാക്കി ഉയർത്താനുള്ള തീരുമാനം അടുത്ത മന്ത്രിസഭായോഗത്തിലുണ്ടായേക്കും. ഇതിനുള്ള വിശദമായ റിപ്പോർട്ടും കരടുരൂപവും തയ്യാറായി കഴിഞ്ഞു. 55 ഡിവിഷനുകളാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടാവുക. കണ്ണൂർ നഗരസഭയ്ക്കു പുറമെ എളയാവൂർ, എടക്കാട്, പുഴാതി, പള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തുകളും കൂടിച്ചേർത്താണ് കണ്ണൂർ കോർപ്പറേഷൻ യാഥാർത്ഥ്യമാവുക. കണ്ണൂർ നഗരസഭയിൽ നിലവിലുള്ള വാർഡുകൾ 42 ഇത് 13 കുറയും. കോർപ്പറേഷൻ രൂപീകരണം സംബന്ധിച്ച് കോൺഗ്രസിലെ ചില നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് സ്വാധീനമുള്ള വളപട്ടണം, ചിറക്കൽ, ചേലോറ പഞ്ചായത്തുകളെ കൂടി കോർപ്പറേഷനിൽ ഉൾക്കൊള്ളിക്കണമെന്നാണ് ചിലരുടെ ആവശ്യം. അഴീക്കോട് പോലുള്ള പഞ്ചായത്തുകളെ വിഭജിക്കണമെന്നും ചിലർക്ക് താൽപര്യമുണ്ട്. അതേസമയം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് കണ്ണുവെച്ച് ചിലർ അനന്തപുരിയിൽ ഉന്നത നേതാക്കളെ സമീപിച്ചിട്ടുമുണ്ടെന്നറിയുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. 15 കോടിയോളം രൂപ ബാധ്യതയുള്ള കണ്ണൂർ ജില്ലാ സഹകരണ റബ്ബർ ആൻഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ആസ്തികളിൽ ചിലത് വിറ്റ് കടം വീട്ടാൻ ശ്രമം ആരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് സ്വത്തുക്കൾ വിൽക്കാൻ തീരുമാനിച്ചത്. ചിറവക്കലെ സ്വത്ത് ലേലം ചെയ്ത് കടം വീട്ടാനാണ് തീരുമാനമായത്. 1965 കണ്ണൂർ ജില്ലാ സഹകരണ റബ്ബർ ആൻഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത്. സൊസൈറ്റിയുടെ ചരിത്രം ഉയർച്ച താഴ്ചകളുടേതാണ്. ഇടതു വലത് രാഷ്ട്രീയ കക്ഷികളിലുള്ളവർ സംഘത്തിന്റെ ഭരണസമിതിയിൽ പങ്കാളികളായി. ഏറെ വർഷം UDF ഭരിച്ച സംഘം 5 വർഷത്തോളം LDF ഭരിച്ചു. 1.5 വർഷം മുമ്പ് UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരമേറ്റു. നിലവിൽ 15 കോടിയോളം രൂപ സംഘത്തിന് ബാധ്യതയുണ്ട്. ജീവനക്കാർക്ക് പെൻഷൻ വകയിൽ 40 ലക്ഷത്തോളം രൂപയും ജില്ലാ ബാങ്കിലെ വായ്പയടക്കവുമാണ് 15 കോടിയോളം രൂപയായത്. സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്വത്തുകൾ വിറ്റ് കടബാധ്യത തീർക്കാൻ ശ്രമം നടത്തിയെങ്കിലും സർക്കാരിൽ നിന്ന് അനുവാദം ലഭിച്ചിരുന്നില്ല. ഒടുവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് നേടിയാണ് പുതിയ ഭരണസമിതി കടം വീട്ടുവാനുള്ള ശ്രമം ആരംഭിച്ചത്. മന്നയിൽ ഹെഡ് ഓഫീസ് കെട്ടിടം സ്ഥിതി ചെയ്യുന്ന 34 സെന്റ് സ്ഥലവും ചിറവക്കൽ സംസ്ഥാന പാതയോട് ചേർന്നുള്ള 26 സെന്റ് സ്ഥലവുമാണ് സൊസൈറ്റിക്കുള്ളത്. ഇതിൽ ചിറവക്കലെ സ്വത്ത് ലേലം ചെയ്ത് കടം വീട്ടുവാനാണ് ശ്രമം നടക്കുന്നത്. നേരത്തെ 10 ഡിപ്പോകൾ, സെനക്സ് ഫാക്ടറി, ക്രീപ്പ് മിൽ, നാളികേര സംസ്കരണ യൂണിറ്റ് എന്നീ സ്ഥാപനങ്ങൾ തുടങ്ങുകയും പ്രവർത്തനം തകൃതിയായി നടക്കുകയും ചെയ്തിരുന്നു. ചിറവക്കലുള്ളത് 10 മുറികളുള്ള കെട്ടിടമാണ്. വിളക്കന്നൂരിൽ 6 ഏക്കർ സ്ഥലവുമുണ്ട്. 2 ലോറിയും ജീപ്പും സംഘത്തിനുണ്ടായിരുന്നു. റബ്ബർ വിലയിടിവ് തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതും. 1999-2000 തന്നെ 2,70,00,000 രൂപ നഷ്ടത്തിലായി. പിന്നീട് നഷ്ടം നികത്താനാവാത്ത അവസ്ഥയുമായി. ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതായതോടെ പ്രക്ഷോഭങ്ങളും സമരവുമുണ്ടായി. ബ്രാഞ്ചുകൾ പൂട്ടിയിട്ടു. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ച് സ്വത്തുവിറ്റ് ബാധ്യത തീർക്കുവാനുള്ള അനുവാദം നേടിയത്. സ്വത്ത് വിൽപ്പന നടത്തി കടം വീട്ടുകയെന്നത് നേരത്തെ എടുത്ത തീരുമാനമാണെന്നും ഇപ്പോഴത്തെ ഭരണസമിതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക മാത്രമാണ് ചെയ്തതെന്നും സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ജോർജ് വടകര പറഞ്ഞു. മുൻ ബോർഡ് തീരുമാനിച്ചത് പ്രകാരം
LDFന്റെ ബോർഡ് തീരുമാനിച്ച് ജനറൽ ബോഡി പാസാക്കിയ സംഘത്തിന്റെ ആസ്തി വിറ്റ് കടം വീട്ടണമെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തിന്റെ തളിപ്പറമ്പ് നാഷണൽ ഹൈവേയുടെ തൊട്ടുള്ള 26.25 സെന്റ് സ്ഥലവും മന്നയിലുള്ള 36.25 സെന്റ് സ്ഥലവും വിൽക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ LDF ഭരണസമിതി തീരുമാനിക്കുകയും അത് ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ കോടതിയുടെ കർശന നിർദ്ദേശം ബാധ്യതകൾ ഉള്ളവർ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് അവർക്കനുകൂലമായ ഓർഡറുകൾ സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചിറവക്കിലെ സ്ഥലം 26.25 സെന്റ് സ്ഥലം വിൽക്കുവാനും ആ വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് കടം വീട്ടുന്നതിനും വേണ്ടിയാണ് ഈ ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി ശമ്പളമോ ആനുകൂല്യമോ ലഭിക്കാതെ വിഷമിക്കുന്ന ജീവനക്കാർക്ക് നടപടി ഏറെ ആശ്വാസമാണ് നൽകുക. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽസ് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ കണ്ണൂർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർക്ക് മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയാകെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ വേക്കൻസിയിൽ ജോലി ചെയ്യാൻ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് അർഹതയുള്ള അധ്യാപകർ അവരുടെ അർഹതയെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് അത്തരം നിയമനങ്ങളും ടീച്ചേഴ്സ് ബാങ്കിൽ നിന്ന് മാത്രമേ പാടുള്ളൂ എന്ന രൂപത്തിൽ. എന്നാൽ ടീച്ചേഴ്സ് ബാങ്ക് ഫലപ്രദമായി പ്രായോഗിക തലത്തിൽ വന്നിട്ടുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് കുട്ടികളുടെ പഠനം പോലും മുടക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ എത്തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചാലും ആ ഉത്തരവുകൾ ഉന്നത അധികാരികൾ പരിശോധിക്കണം. സ്പെഷ്യലിസ്റ്റ് അധ്യാപകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക, അനുപാത പുനഃക്രമീകരണത്തിലൂടെ സംരക്ഷണം നൽകുക, ടീച്ചേഴ്സ് ബാങ്കിൽ നിന്നുള്ള അധ്യാപകരെ സ്പെഷ്യലിസ്റ്റ് തസ്തികകളിൽ നിയമിക്കുന്നതിനുള്ള തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജെയിംസ് ചെല്ലങ്കോട് അധ്യക്ഷത വഹിച്ചു. മാത്യു ഒറ്റപ്ലാക്കൽ, ജോഷി വടക്കൻ, സജി വരവുങ്കൽ, ബിജു പുറമറ്റം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ അഭിഭാഷകർ കലക്ടറേറ്റ് മാർച്ച് നടത്തി. കോൺഗ്രസ് നേതാവ് KC കടമ്പൂരാൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുക, ജൂനിയർ അധ്യാപകരെ 5 വർഷം തികയ്ക്കുന്ന മുറയ്ക്ക് സീനിയർ ആക്കുക, ക്ലർക്ക്, പ്യൂൺ തസ്തികകൾ സൃഷ്ടിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കലക്ടറേറ്റ് മാർച്ച് നടന്നത്. മനോജ് പട്ടാന്നൂർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ സലാം, NP ജയകൃഷ്ണൻ, N ഗംഗാധരൻ, TK അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പുലയൻ സമുദായ സമിതി നേതൃത്വത്തിൽ അയ്യങ്കാളി അനുസ്മരണവും എൻഡോവ്മെന്റ് വിതരണവും സംഘടിപ്പിച്ചു. പഴയങ്ങാടിയിൽ നടന്ന പരിപാടി ചീഫ് വിപ്പ് PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കുന്നില്ലെന്നും അതിനാൽ ദരിദ്രർ എന്നും ദരിദ്രരായി നിലനിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ ഉൾപ്പെടെ നൽകുന്ന ഫണ്ട് ഇവിടുത്തെ നേതാക്കളും ഉദ്യോഗസ്ഥരും വിഴുങ്ങുകയാണെന്നും PC ജോർജ് പറഞ്ഞു. എല്ലാ പട്ടികജാതിക്കാരും സമ്പന്നരായി മാറുമായിരുന്നു എന്നതാണ് സത്യം. അപ്പൊ ഈ പണം എവിടെ പോയി ചർച്ച ചെയ്യുന്നത്? ഇന്ന് എനിക്ക് ഇരുട്ടിൽ നിന്ന് ലഭിച്ച നിവേദനങ്ങളിൽ ഭൂരിപക്ഷം കയറി കിടക്കാൻ ഒരു വീടില്ല എന്നതാണ്. ഗവൺമെന്റ് കണക്ക് നോക്കുമ്പോൾ ഇവിടെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും വീടുകൊണ്ട് മടുത്തിരിക്കുകയാണ്, നിശ്ചയമാണ് വീട്. എനിക്ക് വരാതിരിക്കുന്നത്
ഈ പണം എവിടെ പോയി? കണക്കിൽ കാണുന്നുണ്ടല്ലോ, ഈ കാശ് എവിടെ പോയി? ഇതാരും കൊണ്ടുപോയി? ഒരു മടിയും യാചിക്കാതെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വവും എംപിമാരും മന്ത്രിമാരും ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും കൂടി വീഴിപ്പോയി എന്ന സത്യം ഒളിച്ചു വെച്ചിട്ട് കാര്യം. സോമൻ കാട്ടാമ്പള്ളി അധ്യക്ഷത വഹിച്ചു. ടി അയ്യപ്പൻ, വി സതീശൻ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവർക്ക് പി സി ജോർജ് ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തളിപ്പറമ്പ് ദേശീയപാതയിൽ കല്യാശ്ശേരിയിൽ വാഹനാപകടം. കാർ നിയന്ത്രണം വിട്ട് ലോറിയിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ പാപ്പനശ്ശേരി MM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് അപകടം. തളിപ്പറമ്പ് ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു അപകടം. അപകടത്തിൽ ഗോവ സ്വദേശി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പാപ്പിനിശ്ശേരി MM ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. സംഭവം അറിയിച്ചിട്ടും പോലീസ് സ്ഥലത്തെത്താൻ വൈകിയത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. അക്ഷരമുറ്റം ജില്ലാതല ക്വിസ് മത്സരത്തിന് കണ്ണൂരിൽ തുടക്കമായി. കണ്ണൂരിൽ വനിതാ കോളേജിൽ നടന്ന പരിപാടി ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് പരിപാടി അക്ഷരത്തിരി തെളിയിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ജില്ലാ കലക്ടർ പി ബാലകിരൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള, DDE ദിനേശൻ മഠത്തിൽ, KSTA ജില്ലാ സെക്രട്ടറി KK പ്രകാശൻ, ന്യൂസ് എഡിറ്റർ മനോഹരൻ മോറായി, നാരായണൻ കാവുമ്പായി, KT ശശീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി പേർ ക്വിസ് ഫെസ്റ്റിവലിനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. ശ്രീകണ്ഠപുരം വെള്ളരിഞ്ഞിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരമുണ്ടായ കനത്ത ഇടിയിലും മഴയിലും വീടിന് ക്ഷതമേറ്റു. വയറിംഗും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. വീടിന്റെ ചുമർ വിണ്ടുകീറിയ നിലയിലാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് മലയോരത്ത് കനത്ത ഇടിയോടുകൂടിയ മഴയുണ്ടായത്. കനത്ത കാറ്റിൽ വാഴകളടക്കം നശിച്ചിട്ടുണ്ട്. എള്ളരിഞ്ഞിയിലെ പുതിയ വീട്ടിൽ ഭാർഗവിയുടെ വീട്ടിലാണ് ഇടി വീണത്. കാറ്റും ഇടിയുണ്ടായാലും മേൽ സ്വിച്ചും പിന്നെ മൊത്തം ആർത്തിയൊക്കെല്ലാം പുക ആർക്കും കത്തിച്ച് മേൽ സ്വിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പരിക്ക് അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷേ നോക്ക് കത്തിൽ വേദന നടന്ന് കുപ്പിച്ചില്ല് 2-3 തെറിച്ച് നോക്കും. മെയിൻ സ്വിച്ച് പൊട്ടിത്തെറിച്ച നിലയിലാണ്. വൻ ശബ്ദവും പുകയും വന്നതോടെ വീട്ടിൽ നിന്നും ആൾക്കാർ ഇറങ്ങിയോടുകയാണ് ഉണ്ടായത്. 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. ലക്ഷങ്ങൾ ചെലവഴിച്ച് പുതുക്കിപ്പണിത കരിമ്പം ജില്ലാ കൃഷിത്തോട്ടത്തിലെ സായിപ്പിന്റെ ബംഗ്ലാവ് കാട് കയറി നശിക്കുന്നു. നിർമ്മാണം പൂർത്തിയാക്കി 1 വർഷം കഴിഞ്ഞെങ്കിലും ഉദ്ഘാടനം നടത്താൻ പോലും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ചരിത്ര സ്മാരകം ഫാം ടൂറിസത്തിന് പ്രയോജനപ്പെടുത്തി ഉടൻ തുറന്നുകൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുതുക്കിപ്പണിത് 1 വർഷം കഴിഞ്ഞിട്ടും ഉദ്ഘാടനം നടത്താതെ കരിമ്പം ജില്ലാ കൃഷിത്തോട്ടത്തിലെ സായിപ്പിന്റെ ബംഗ്ലാവ് കാട് കയറി നശിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ച വാട്ടർ ടാപ്പുകളും മറ്റും കാണാതാവുകയും ചെയ്തു. 1990 വരെ സജീവമായി പ്രവർത്തനം നടത്തിയിരുന്ന ബംഗ്ലാവ് അന്നത്തെ കെയർടേക്കറായ കൊട്ടേട്ടൻ വിരമിച്ചതോടെയാണ് അനാഥമായത്. പുതിയ കെയർടേക്കറെ നിയമിക്കാത്തതിനാൽ അടച്ചുപൂട്ടിയ ബംഗ്ലാവിന് ആവശ്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടത്താറേ ഉണ്ടായിരുന്നില്ല. മേൽക്കൂരയും ചുമരുമെല്ലാം ചിതൽ കയറി നിലം പതിക്കാൻ പാകത്തിലുമായിരുന്നു. 22 വർഷം അടച്ചിട്ട ബംഗ്ലാവ് പുതുക്കിപ്പണിയാൻ 2 വർഷം മുൻപ് ജില്ലാ പഞ്ചായത്ത് തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നിർമ്മിതി കേന്ദ്രക്കായിരുന്നു നിർമ്മാണ ചുമതല. തേക്ക് തടി കൊണ്ട് നിർമ്മിച്ച ചുമരുകൾ മാറ്റി കല്ലുകൊണ്ട് ചുമർ നിർമ്മിച്ചതിനു ശേഷം പുറത്ത് മരപ്പലകകൾ പതിച്ച് പഴയ രീതിയിൽ തന്നെയാക്കുകയായിരുന്നു. നിലത്ത് ടൈലും പതിച്ചിട്ടുണ്ട്. പഴമയുടെ പ്രൗഢി ചോർന്നു പോകാതെ തന്നെയാണ് പുനർനിർമ്മാണവും നടന്നിട്ടുള്ളത്. എന്നാൽ ഇതുവരെയായിട്ടും ബംഗ്ലാവ് തുറന്നുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ബംഗ്ലാവിന് ചുറ്റും കാട് കയറിയ നിലയിലാണുള്ളത്. നൂറ്റാണ്ട് പിന്നിട്ട ചരിത്ര സ്മാരകം ഫാം ടൂറിസത്തിന് പ്രയോജനപ്പെടുത്തി ഉടൻ തുറന്നുകൊടുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. 1904 ബ്രിട്ടീഷ് കൃഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ ചാൾസ് ആൽഫ്രഡ് ബാർബർ നിർമ്മിച്ച ഈ ബംഗ്ലാവ് ഇപ്പോൾ അധികൃതരുടെ അവഗണന മൂലം അങ്ങേയറ്റ ശോചനീയാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ 2 വർഷം മുൻപാണ് ഇത് പുനർനിർമ്മിക്കാനും ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനിച്ചത്. ഇപ്പോൾ തുറന്നു കൊടുക്കാത്തതിനാൽ ഇപ്പോൾ വീണ്ടും കാട് മൂടി കിടക്കുന്ന അവസ്ഥയിലാണ്. അതിനുള്ളിലുണ്ടായിരുന്ന വാട്ടർ ടാപ്പുകളൊക്കെ നഷ്ടപ്പെട്ട് പോയ സ്ഥിതിയിലുമാണ്. അടിയന്തരമായി ഇത് തുറന്നു കൊടുത്ത് ഫാം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ്. 1904 കരിമ്പം കൃഷിഫാം സ്ഥാപിക്കാനെത്തിയ ബ്രിട്ടീഷ് കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ ചാൾസ് ആൽഫ്രഡ് ബാർബർ ആണ് ഈ റെസ്റ്റ് ഹൌസ് നിർമ്മിച്ചത്.
ഇതിന്റെ ചുമരുകൾ ഉൾപ്പെടെ പൂർണ്ണമായും തേക്കിൻ തടിയിലായിരുന്നു നിർമ്മിച്ചിരുന്നതും. 2 കിടപ്പുമുറികളും ബാത്ത് ടബ് ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അന്ന്. ബംഗ്ലാവിന് കുശിനി, ഡൈനിങ് ഹാൾ എന്നിവയ്ക്കു പുറമെ കുതിരാലയവും നിർമ്മിച്ചിരുന്നു. 1958 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, മകൾ ഇന്ദിരാഗാന്ധി, അന്നത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് എന്നിവർ ഫാം സന്ദർശിക്കാൻ എത്തിയപ്പോൾ ഇവിടെയാണ് താമസിച്ചിരുന്നതും. ഇതിന്റെ ഓർമ്മക്കായി ഇവർ നട്ട മാവുകൾ ഇപ്പോൾ ഇവരുടെ പേരിൽ തന്നെ ഇവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇതിന്റെ സാധ്യത പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ഭരണാധികാരികൾക്കായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാരും ഇത് നശിച്ചു പോകുന്നതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുമില്ല. അധികൃതരുടെ അനാസ്ഥയിൽ ഈ ചരിത്ര സ്മാരകം വീണ്ടും നാശത്തിലേക്ക് മടങ്ങുമോ? ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കണ്ണൂർ സെന്റ് ആഞ്ചലോസ് ഫോർട്ടിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച 3 മണിക്ക് ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. AP അബ്ദുള്ളക്കുട്ടി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. PK ശ്രീമതി MB മുഖ്യാതിഥിയായിരിക്കും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 3.58 കോടിയുടെ പദ്ധതിക്കാണ് അനുമതിയായിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ കൺസൾട്ടിംഗ് ഓർഗനൈസേഷൻ ലിമിറ്റഡാണ് പരിപാടിയുടെ നിർവഹണ ഏജൻസി. 500 കൊല്ലം പഴക്കമുള്ള കോട്ട, അതിന്റെ ചരിത്രം സ്വയം സംസാരിക്കുന്ന വിധത്തിലാണ് തിരക്കഥ തയ്യാറാക്കുന്നത്. പോർച്ചുഗീസ്, ഡച്ച്, അറയ്ക്കൽ, കോലത്തിരി, ടിപ്പു, ബ്രിട്ടീഷ് ആധിപത്യങ്ങളുടെ കാലഘട്ട ചരിത്രം പുതുതലമുറയ്ക്ക് അറിവ് പകരുന്ന വിധം ശബ്ദവും വെളിച്ചവും കൊണ്ട് ആസ്വാദ്യമാക്കുന്ന 3/4 മണിക്കൂർ പരിപാടിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പ്രവൃത്തി തുടങ്ങിയാൽ 6 മാസത്തിനകം പ്രദർശനം ആരംഭിക്കാൻ കഴിയും. ചരിത്ര സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കാളിത്തം വഹിക്കും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ അതിനൂതനമായ സംരംഭമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ടയാണ് ടൂറിസം വകുപ്പ് മുൻകൈയെടുത്ത് കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഈ സംരംഭത്തിന് വേദിയാകുന്നത്. 3,58,00,000 രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ആയിട്ടുള്ള വിശ്വാസം നിങ്ങൾക്ക് അറിയുന്നത് പോലെ അണ്ടമാൻ നഗരത്തിൽ പോർട്ട് ബ്ലെയർ നഗരത്തിൽ സെല്ലുലാർ ജയിൽ, അവിടെയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉള്ളത്. പിന്നെ ഗോൽക്കൊണ്ട പോർട്ട് നഗരത്തിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലുള്ള ഗോൽക്കൊണ്ട പോർട്ട് നഗരത്തിൽ സെറ്റ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. ഗ്വാളിയർ പോർട്ട് നഗരത്തിലുണ്ട്, റെഡ് ഫോർട്ട് നഗരത്തിലുണ്ട്. സോ അതിന് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലും ഇല്ലാതെ ഞാൻ വിചാരിക്കുന്നത് മൈസൂർ നഗരത്തിൽ സംശയമുണ്ട്. ഇതുപോലെ നമുക്ക് മാസം നഗരത്തിൽ തന്നെ ഇപ്പോൾ നെക്സ്റ്റ് മഴ തന്നെ നമുക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ നമ്മൾ പ്ലാനൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. സിനിമയിലും നാടകത്തിലും മറ്റും കഥാപാത്രങ്ങൾ സംഭവങ്ങളും ആശയങ്ങളും പ്രതിഫലിപ്പിക്കുന്നതുപോലെ വെറും ശബ്ദവും വെളിച്ചവും കൊണ്ട് മാത്രം അതിമനോഹരമായി സംഭവങ്ങളെയും ആശയങ്ങളെയും അവതരിപ്പിക്കുന്നതാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ശബ്ദത്തിന്റെയും വെളിച്ചത്തിന്റെയും വൈവിധ്യത്തെ മനോഹരമായ കലാശില്പമായി മാറ്റാൻ ഇതിലൂടെ സാധിക്കുന്നു. നിശ്ചലമായ ഏതു വസ്തുവിനെയും സചേതനമാക്കാൻ ഇതിലൂടെ സാധിക്കും. ലോകമെമ്പാടുമുള്ള കലാസ്വാദകരെ ആകർഷിക്കുന്ന മേഖലയാണിത്. ഇന്ത്യയിൽ ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട, പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിൽ, രാജസ്ഥാനിലെ ഉദയപുരം കൊട്ടാരം, മധ്യപ്രദേശിലെ ഗ്വാളിയാർ, കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ, മൈസൂർ പാലസ്, ഡൽഹി ലാൽകില എന്നിവിടങ്ങളിൽ ചരിത്രത്തിന്റെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ മനോഹരമായി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൂടെ അവതരിപ്പിച്ചു വരുന്നുണ്ട്. നിർദ്ദിഷ്ട കണ്ണൂർ വിമാനത്താവളം കൂടി വരുന്നതോടുകൂടി കൂടുതൽ സഞ്ചാരികളെ മലബാറിലേക്ക് ആകർഷിക്കാൻ കൂടി കഴിയും എന്നത് കണക്കിലെടുത്താണ് ഈ പദ്ധതിക്ക് കണ്ണൂർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. AP അബ്ദുള്ളക്കുട്ടി MLA, കലക്ടർ P ബാലകിരൺ, DTPC സെക്രട്ടറി സജി വർഗീസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VV പുരുഷോത്തമൻ, KC ഗണേശൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. 62ാമത് കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 21, 22, 23 തീയതികളിലായി കണ്ണൂർ ടൗൺ സ്ക്വയറിൽ രാജരത്നം നഗറിൽ നടക്കും. ലോക ഗുസ്തി ചാമ്പ്യനും ഖേൽരത്ന അർജുന അവാർഡ് ജേതാവും കൂടിയായ ഒളിമ്പ്യൻ പത്മശ്രീ സുശീൽ കുമാറാണ് ഈ ചാമ്പ്യൻഷിപ്പിലെ മുഖ്യാതിഥി. വിവിധ ജില്ലകളിൽ നിന്നായി 400-ൽ പരം റെസ്ലേഴ്സും 50-ൽ പരം ഓഫീഷ്യൽസും പങ്കെടുക്കും. കായിക രംഗത്ത് ഗുസ്തിക്കുള്ള സ്ഥാനവും ആവശ്യകതയും പ്രത്യേക പരിഗണന അർഹിക്കുന്നു. സ്പോർട്സ് രംഗത്ത് കണ്ണൂരിന്റെ മഹത്വം നിലനിർത്താൻ ഈ ചാമ്പ്യൻഷിപ്പിനും അതുവഴി ദേശീയ ഗെയിംസിനും ഒരു മുതൽക്കൂട്ടാകാനുള്ള ഒരു തീവ്ര പരിശ്രമത്തിലാണ് സംഘാടക സമിതി. ഈ വരുന്ന ഒക്ടോബർ 21-ാം തീയതി ചൊവ്വാഴ്ച, ഒക്ടോബർ 21, 22, 23 കണ്ണൂർ ടൗൺ സ്ക്വയർ രാജരത്നം നഗറിൽ വെച്ചിട്ട് നടക്കുകയാണ്.
നമ്മുടെ വേൾഡ് ചാമ്പ്യൻ റെസ്ലർ ഒളിമ്പ്യൻ സുശീൽ കുമാറാണ് നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ MLA അബ്ദുള്ള കുട്ടി, മറ്റ് പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. കെ സുധാകരൻ, നമ്മുടെ KM ഷാജി MLA, കളക്ടർ, SP, മുനിസിപ്പൽ ചെയർപേഴ്സൺ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മുടെ വിവിധ ജില്ലകളിൽ നിന്നായി ഏകദേശം 400-ൽ പരം റെസ്ലേഴ്സും 50 ഒഫീഷ്യൽസും പങ്കെടുക്കുന്ന ഒരു മഹാമത്സരമാണ് നടക്കാൻ പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഷാഹിൻ, വൈസ് ചെയർമാൻ KM ഫൈസൽ, ജനറൽ കൺവീനർ മുഹമ്മദ് അസാഹിദ്, ഓർഗനൈസിംഗ് സെക്രട്ടറി M. നിസാമുദ്ദീൻ, രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജില്ലാ ബാലശാസ്ത്ര സമ്മേളനവും അഡ്വക്കേറ്റ് KP രാഘവ് പൊതുവാൾ അനുസ്മരണവും തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. DEO K. ജ്യോതി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ അന്വേഷണ തീക്ഷ്ണതയും വായനാശീലവും വികസിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സംസ്ഥാന സാക്ഷരതാ മിഷന്റെയും സഹകരണത്തോടെ ശാസ്ത്ര വികസന വിദ്യാകേന്ദ്രമാണ് പരിപാടി സംഘടിപ്പിച്ചത്. CV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. VRV ഏഴോം അനുസ്മരണ പ്രഭാഷണം നടത്തി. B. ദാമോദരൻ, PN കമലാക്ഷി, MV ജനാർദ്ദനൻ, സുഗു ബാലകൃഷ്ണൻ, CC കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മംഗൾയാൻ പഠന ക്ലാസ്, വിവരശേഖര പുസ്തക പ്രദർശനം, പ്രൊജക്ട് അവതരണം, പ്രശ്നോത്തരി മത്സരം, സിനിമ, അധ്യാപന മേഖലകളിലെ അവാർഡ് ജേതാക്കളുമായി അഭിമുഖം തുടങ്ങിയവയും നടന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കേരള യുക്തിവാദി സംഘം നടത്തുന്ന അന്ധവിശ്വാസ നിർമ്മാർജ്ജന ജാഥയ്ക്ക് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ശനിയാഴ്ച പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച ജാഥ തലശ്ശേരിയിൽ സമാപിച്ചു. ആ നിർദ്ദേശം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലൊരു വാഹനം ജാഥ അധികം താമസിക്കാതെ 2-3 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ സ്ഥലം ചെയ്യുന്നത്. എന്താണ് ഇങ്ങനെയൊരു നിയമനിർമ്മാണം അനുവദിക്കുന്നത് അതിന്റെ ഔദ്യോഗികമായി തരുന്നത്? നിങ്ങൾക്കറിയാം, മഹാരാഷ്ട്രയിൽ സമിതിയുടെ പ്രസിഡന്റ് അന്ധവിശ്വാസ ദുരാചാരവിൽ നിയമമാക്കി നടപ്പിലാക്കുക, അന്ധവിശ്വാസ പ്രചാരണം കുറ്റകരമാക്കുക, ദിവ്യാത്ഭുത ഭൂതപ്രേത അന്ധവിശ്വാസ പ്രചാരണ സാഹിത്യവും സിനിമാ സീരിയലുകളും നിയന്ത്രിക്കുക, ജ്യോത്സ്യ മാന്ത്രിക ഏലസ്, കുട്ടിച്ചാത്തൻ, അത്ഭുത രോഗശാന്തി പരസ്യങ്ങൾ ശിക്ഷാർഹമാക്കുക, ഭരണാധികാരികൾ മതചടങ്ങുകളുടെയും ആൾദൈവ അന്ധവിശ്വാസ പ്രചരണ പരിപാടികളുടെയും വേദി പങ്കിടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള യുക്തിവാദി സംഘം അന്ധവിശ്വാസ നിർമ്മാർജ്ജന ജാഥ സംഘടിപ്പിക്കുന്നത്. 16-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ U. കലാനാഥൻ സംസാരിച്ചു. KV രാജീവൻ അധ്യക്ഷത വഹിച്ചു. K. രാജീവൻ, രാജഗോപാൽ വാകത്താനം, ഇരിങ്ങൽ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗംഗൻ അഴീക്കോട്, രാജീവ് മേമുണ്ട എന്നിവർ അവതരിപ്പിച്ച ദിവ്യാത്ഭുത അനാവരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം തെയ്യം കോലാധാരികളുടെ ജില്ലാതല കുടുംബ സംഗമവും ആദരിക്കൽ ചടങ്ങും 22-ന് ബുധനാഴ്ച തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 10 മണിക്ക് ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് തളിപ്പറമ്പ് ചിറവക്കിൽ നിന്നും ആരംഭിക്കുന്ന വർണ്ണപ്പ കിട്ടാർന്ന ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. 11 ഏരിയകളിൽ നിന്നായി 1200 പേർ പങ്കെടുക്കും. ജില്ലയിലെ വിവിധ ഏരിയകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട തെയ്യം കോലാധാരികളെ ചടങ്ങിൽ ആദരിക്കും. തെയ്യക്കോലത്തെക്കുറിച്ചുള്ള അറിവ്, തോറ്റംപാട്ട്, വാദ്യം, അണിയല നിർമ്മാണം, അണിയർ പ്രവൃത്തി, കോലം ധരിക്കൽ എന്നിവയിൽ കഴിവ് തെളിയിച്ചവർക്കാണ് ആചാരവും ആദരിക്കലും അവാർഡും നൽകുക. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ MP രവീന്ദ്രൻ, ദിനേശൻ പെരുവണ്ണാൻ, ഗോവിന്ദൻ മയ്യിൽ, ശശിധരൻ പൂമംഗലം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മഹിളാ കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാശ്മീർ ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം നടന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് T. ജനാർദ്ദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കുഞ്ഞമ്മ തോമസ് അധ്യക്ഷത വഹിച്ചു. ജബ്ബാർ ആദ്യ ഫണ്ട് കൈമാറി. CC ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മാടായി തിരുവർക്കാട്ട് കാവിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമ മന്ദിരം ഒരുങ്ങി. മന്ദിരത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച AP അനിൽകുമാർ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉത്തര കേരളത്തിലെ ശാക്തേയ കാവുകളിൽ പ്രസിദ്ധമായ മാടായി തിരുവർക്കാട്ട് കാവിൽ നവീകരിച്ച വരദായിനി കെട്ടിടത്തിന്റെയും ഡോർമെറ്ററിയുടെയും ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ടൂറിസം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. വഴിപാട് കൌണ്ടർ കമ്പ്യൂട്ടർവൽക്കരണം ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KA ചന്ദ്രൻ നിർവഹിക്കും. വഴിപാട് ഓൺലൈൻ ബുക്കിംഗിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ K. രവികുമാറിനും വെബ്സൈറ്റ് ഉദ്ഘാടനം MP ഉണ്ണികൃഷ്ണനും നിർവഹിക്കും. TV രാജേഷ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. CK രവീന്ദ്രവർമ്മരാജ, മംഗലാപുരം MP നളിൽ കുമാർ എന്നിവർ പ്രസംഗിക്കും.
വാർത്താസമ്മേളനത്തിൽ കെ എം അരവിന്ദാക്ഷൻ, കെ നാരായണ പിടാരർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ശ്രീകണ്ഠാപുരം SBT ശാഖയ്ക്ക് മുന്നിൽ ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരും പ്രകടനം നടത്തി. സംസ്ഥാന വ്യാപകമായി നടക്കാൻ പോകുന്ന പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായായിരുന്നു പ്രകടനം. 10ാം സേവന വേതന കരാർ ചർച്ച ചെയ്ത് ഉടൻ പരിഹരിക്കുക, കിട്ടാക്കടം തിരിച്ചുപിടിക്കുക, ബാങ്ക് ലയന നീക്കം ഉപേക്ഷിക്കുക ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരും നടത്തുന്ന പണിമുടക്ക് സമരത്തിന് മുന്നോടിയായി ശ്രീകണ്ഠാപുരത്തെ ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരും SBTയുടെ മുന്നിൽ പ്രകടനം നടത്തി. പ്രകടനത്തിന് PV മുകുന്ദൻ, V അഭിലാഷ്, മാത്യു മാനുവൽ, സുനിൽകുമാർ, KP ശ്രീമതി, ബിന്ദു ഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം. ശ്രീകണ്ഠാപുരം സിൻഡിക്കേറ്റ് ബാങ്ക് ശാഖയും സാന്ത്വനം സ്വയം സഹായ സംഘവും സംയുക്തമായി പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. സഹകാർ ഭാരതി അക്ഷയശ്രീ പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് അക്കൌണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. ബിജേഷ്, TB രമേശൻ, K പ്രേമരാജൻ, PP വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം. ആകാശവാണി കണ്ണൂർ നിലയവും അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജേർണലിസം വിഭാഗവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദ്വിദിന റേഡിയോ ശില്പശാല 20-21 തീയതികളിൽ കോളേജിൽ നടക്കും. കണ്ണൂർ ആകാശവാണി നിലയം പ്രോഗ്രാം തലവൻ K ബാലചന്ദ്രൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകും. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് KN ബാബു ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്ടർ KH സുബ്രഹ്മണ്യൻ ശബ്ദമാധ്യമത്തിന്റെ ഭാഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിക്കും. തുടർന്ന് നടക്കുന്ന ക്ലാസുകൾ കണ്ണൂർ ആകാശവാണി നിലയം അസിസ്റ്റന്റ് എഞ്ചിനീയർ CV പ്രേമരാജൻ, മഞ്ചേരി നിലയം പ്രോഗ്രാം ഡയറക്ടർ S രാധാകൃഷ്ണൻ, തൃശൂർ നിലയം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് S നാരായണൻ നമ്പൂതിരി, പ്രോഗ്രാം എക്സിക്യൂട്ടീവ് PV പ്രശാന്ത് കുമാർ, കണ്ണൂർ നിലയം പ്രോഗ്രാം തലവൻ K ബാലചന്ദ്രൻ, കരിവള്ളൂർ മുരളി തുടങ്ങിയവർ നയിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് CD സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സബ് ജില്ലാതല ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. 300ഓളം കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പരിപാടിയായ ഭോതി 2014 ഭാഗമായാണ് തളിപ്പറമ്പ് CD സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സബ് ജില്ലാ തലത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടത്തിയത്. ജൂനിയർ റെഡ് ക്രോസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കീത്തേടത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജീവിതത്തിൽ നടക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് കൌൺസിലർ PK സുബൈർ ഉദ്ഘാടനം ചെയ്തു. JRCയും ഭോതി 2014 എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കുകയാണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് നീചമാണെന്ന് അറിഞ്ഞിട്ട് കൂടി ലഹരി ഉപയോഗിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നത്? പിഞ്ചു മക്കൾ പോലും ഏതാണ്ട് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ 13 വയസ്സ് തൊട്ട് മദ്യം ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം പോലും മാറിയിരിക്കുകയാണ്. PV ഫസലുള്ള അധ്യക്ഷത വഹിച്ചു. K നിസാർ, CP സഫിയ, OV ജിഷ, K ലീല, PV റിയാസ്, VJ മോളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ആസൂത്രണം, വികേന്ദ്രീകരണം, പ്രാദേശിക ചരിത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി 20-21 തീയതികളിൽ മാടായി കോളേജും കിലയും ചേർന്ന് ദേശീയ സെമിനാർ നടത്തുന്നു. കില ഡയറക്ടർ PP ബാലൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്ടർ MP പരമേശ്വരൻ, ചരിത്രകാരൻ പ്രൊഫസർ MR രാഘവ വാര്യർ, ഡോക്ടർ KS മാധവൻ, പ്രൊഫസർ P ലക്ഷ്മണൻ, ഡോക്ടർ പീറ്റർ M രാജ്, ഡോക്ടർ C ബാലൻ തുടങ്ങിയ പ്രശസ്തർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ മാടായി കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ N പത്മനാഭൻ, പ്രൊഫസർ KS അന്നമ്മ, പ്രൊഫസർ നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കുടുംബശ്രീ ക്യാമ്പയിനിന്റെ ഭാഗമായി തളിപ്പറമ്പ് നഗരസഭ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസ് പരിസരം ശുചീകരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ KV വാസു ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. ദേശീയ ശുചിത്വ ക്യാമ്പയിൻ സംസ്ഥാന ശുചിത്വ മാസാചരണം നടത്തിപ്പിന്റെ ഭാഗമായാണ് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയത്. നഗരസഭ ഓഫീസും പരിസരവും ശുചീകരിച്ചു. CDS ചെയർപേഴ്സൺ EP ശാരദ, CDS മെമ്പർ സെക്രട്ടറി P പ്രദീപ് കുമാർ, ഹെൽത്ത് ശുചീകരണ വിഭാഗം മേധാവി PR സ്മിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മാട്ടൂൽ കയർ വ്യവസായ സഹകരണ സംഘം നവീകരിച്ച കെട്ടിടത്തിന്റെയും ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം മാട്ടൂലിൽ നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് P കണ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കയർ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെയും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് മാട്ടൂൽ കയർ വ്യവസായ യൂണിറ്റ് നവീകരിച്ചത്. യന്ത്രത്തിന്റെ സഹായത്തോടെ കയർ പിരിക്കുന്നതിനുള്ള പുതിയ ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് യൂണിറ്റ് ഇതിന്റെ ഭാഗമായി തുറന്നു. കയർ സംഭരിക്കാനാവശ്യമായ ഗോഡൌണും നവീകരിച്ചിട്ടുണ്ട്. മാട്ടൂരിൽ നടന്ന ചടങ്ങിൽ സംഘം പ്രസിഡന്റ് KV സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. CP മുസ്തഫ, കൊങ്ങൻ പീതാംബരൻ,
TH ഖൈറുന്നിസ, AV രാഘവൻ, IP ദിനേശൻ, T സവിത, PP നാണി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സൊസൈറ്റിയുടെ ആദ്യകാല തൊഴിലാളികളെ ആദരിച്ചു. തൊഴിലാളികൾക്കുള്ള യൂണിഫോം വിതരണവും ചടങ്ങിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാട്ടൂർ ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ. ജൂബിലിയുടെ ഭാഗമായുള്ള വിദ്യാഭ്യാസ സെമിനാറും പുരാവസ്തു പ്രദർശനവും തിങ്കളാഴ്ച നടക്കുമെന്ന് സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാവപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന തീരദേശ മേഖലയായ മാട്ടൂലിലെ ആയിരങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ വിദ്യാലയമാണ് മാട്ടൂൽ ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ. 1940 ഫാദർ പീറ്റർ കയറോണി, ഫാദർ ജോൺ സ്ക്വയറ എന്നിവരുടെ ശ്രമഫലമായാണ് 1940 സ്കൂൾ സ്ഥാപിച്ചത്. മാടായി സബ് ജില്ലയിൽ മികച്ച നിലവാരം പുലർത്തുന്ന മാട്ടൂൽ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ 651 വിദ്യാർത്ഥികളും 23ഓളം അധ്യാപകരും സേവനമനുഷ്ഠിക്കുന്നു. പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി തിങ്കളാഴ്ച നടക്കുന്ന വിദ്യാഭ്യാസ സെമിനാറിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. അച്ചടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള രേഖകൾ, പുരാവസ്തു പ്രദർശനം, മെഡിക്കൽ എക്സിബിഷൻ എന്നിവയും നടക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടി 2015 മാർച്ച് മാസം ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതറയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയോടെ സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ K. ജോൺ, ജോൺസൺ ബെർണാഡ്, ജോഷി ജോസ്, TK മുഹമ്മദ് ഷാഫി, ജോസ് തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തളിപ്പറമ്പ് മേഖലാ സമ്മേളനം 21-ന് ശ്രീകണ്ഠാപുരം റോയൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. ചിത്രകാരൻ എബിയൻ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് ഫോട്ടോ പ്രദർശനം നടക്കും. AKPA തളിപ്പറമ്പ് മേഖലാ പ്രസിഡന്റ് ഉണ്ണി കോവോട് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. രമേശൻ ബ്ലാത്തൂർ, S. ഷിബുരാജ്, CC മാമുഹാജി, KK രാമചന്ദ്രൻ, PV ഷൈജു, സുരേഷ് പട്ടുവം, ശ്രീ ഗണേഷ്, ചന്ദ്രൻ അഖിൽ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ ശ്രീകണ്ഠാപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം. ഇന്ത്യൻ മരുന്ന് വിപണിയെ കേന്ദ്ര സർക്കാർ അമേരിക്കൻ കുത്തകകൾക്ക് അടിയറ വെക്കുകയാണെന്ന് ആരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ജനകീയ ഒപ്പുശേഖരണം നടത്തി. മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് P. മുഹമ്മദ് ഇക്ബാൽ നേതൃത്വം വഹിച്ചു. ഒരു യുവജന പ്രസ്ഥാനം എന്നതിൽ കേരളത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. മരുന്ന് കമ്പനിയുടെ ആഗോളവൽക്കരണത്തിനെതിരെ, അതുപോലെ തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ മരുന്ന് കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുക്കുന്ന തെറ്റായ നയത്തിനെതിരെ കേരള സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കേരളത്തിലുള്ള മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അതുപോലെ തന്നെ കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള ഒപ്പുശേഖരണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഒപ്പുശേഖരണത്തിന്റെ ഭാഗമായാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ വെച്ചും ഒപ്പുശേഖരണം നടത്തിയത്. K. മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. സമദ് കടമ്പേരി, PC നസീർ, KVM കുഞ്ഞി, A. അബ്ദുൽ ഹാജി, MKP ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മോറാഴ പാന്തോട്ടം വയത്തൂർ കാലിയാർ ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ആരംഭമായി. കലവറ നിറക്കൽ ഘോഷയാത്രയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ക്ഷേത്രത്തിൽ ഒക്ടോബർ 18 മുതൽ 25 വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക. ബ്രഹ്മശ്രീ തിരുവങ്ങാട് രാധാകൃഷ്ണനാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തിന് ആരംഭം കുറിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ചേര കതിവന്നൂർ വീരൻ ക്ഷേത്രസന്നിധിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. യജ്ഞത്തിന്റെ 1-ാം ദിനമായ ഞായറാഴ്ച സൂതശൗനക സംവാദം, ഭീഷ്മമുക്തി, സുഗാഗമനം, വരാഹാവതാരം, ഹിരണ്യാക്ഷവധം എന്നിവ പാരായണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിട്ടി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും കുടുംബവും കിണറ്റിൽ മരിച്ച നിലയിൽ. മരിച്ചത് സന്തോഷ് ബാബുവും ഭാര്യ ഷൈമാവതിയും മകൾ നമിതയും. മകൻ ഷഹീനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കണ്ണൂർ നഗരസഭയെ കോർപ്പറേഷനാക്കി ഉയർത്താനുള്ള തീരുമാനം അടുത്ത മന്ത്രിസഭായോഗത്തിലുണ്ടാകുമെന്ന് സൂചന. കരട് രൂപം തയ്യാറായി. മേയർ സ്ഥാനം ലക്ഷ്യമാക്കി ചിലരുടെ നീക്കം. 15 കോടിയോളം രൂപ ബാധ്യതയുള്ള കണ്ണൂർ ജില്ലാ സഹകരണ റബ്ബർ ആൻഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ആസ്തികൾ വിറ്റ് കടം വീട്ടാൻ ശ്രമം ആരംഭിച്ചു. സ്വത്തുക്കൾ വിൽക്കാൻ തീരുമാനിച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. ലക്ഷങ്ങൾ ചെലവഴിച്ച് പുതുക്കിപ്പണിത കരിമ്പം ജില്ലാ കൃഷിത്തോട്ടത്തിലെ സായിപ്പിന്റെ ബംഗ്ലാവ് കാട് കയറി നശിക്കുന്നു. നിർമ്മാണം പൂർത്തിയാക്കി 1 വർഷം കഴിഞ്ഞിട്ടും ഉദ്ഘാടനം അകലെ. കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ടയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ യാഥാർത്ഥ്യമാകുന്നു. ഷോ രൂപകൽപ്പന ചെയ്തത് കോട്ടയുടെ ചരിത്രം സ്വയം സംസാരിക്കുന്ന വിധം.
ഷോ പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.